രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഗുജറാത്തിലെ 25, കർണാടകയിലെ 14, മഹാരാഷ്ട്രയിൽ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിൽ 9, ഛത്തീസ്ഗഡിൽ 7 തുടങ്ങി വിവിധ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ വിധി എഴുതപ്പെടുന്നത്. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, അങ്ങനെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇന്ന് പ്രധാന നേതാക്കളടക്കം ജനവിധി തേടുന്ന ഒരു ദിവസം കൂടിയാണ്. എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? ആതിര സൂചിപ്പിച്ച പോലെ തന്നെ 3 മാസത്തേക്ക് വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ അവസാനിച്ച് ഇപ്പോൾ പോളിംഗ് നടക്കുകയാണ്. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് 7 മണിക്ക് തന്നെ കൃത്യം പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിരവധി പ്രമുഖരാണ് ഇത്തവണ ഈ മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നു എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. എന്തായാലും വലിയ സജ്ജീകരണങ്ങളൊക്കെ, വലിയ ക്രമീകരണങ്ങളൊക്കെ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായും വോട്ട് രേഖപ്പെടുത്തിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ 93 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. ഇതിൽ 1351 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം ഈശ്വരപ്പ, അതുപോലെ ജ്യോതിരാദിത്യ സിന്ധ്യ, ഡിംപിൾ യാദവ്, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങി സുപ്രിയ സുലെ തുടങ്ങിയ പ്രമുഖരൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ട് എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ഉള്ളത് ഗുജറാത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് സൂറത്തിലെ സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസിന്റെ ഡമ്മി സ്ഥാനാർത്ഥി അടക്കം പത്രിക പിൻവലിച്ച ഒരു സാഹചര്യത്തിലാണ് BJP സ്ഥാനാർത്ഥി അവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ഗാന്ധിനഗറിലും ഇതിന് സമാനമായി തന്നെയുള്ള നടപടികളൊക്കെ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. BJP നേതാക്കളൊക്കെ തന്നെയും കണ്ട് കോൺഗ്രസ് നേതാക്കളോട് പത്രിക പിൻവലിക്കണമെന്ന്, അതായത് അമിത്ഷാ മത്സരിക്കുന്ന മണ്ഡലത്തിലടക്കം ഇത്തരത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോടൊക്കെ തന്നെ പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടതായ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ വിവിധ പാർട്ടികളിൽ ഈ BJP നടത്തുന്നുണ്ട് എന്നുള്ളത് വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കർണാടകയിൽ 14 മണ്ഡലമാണ് ഇന്ന് ജനവിധി തേടുന്നത്. ഈ 14 മണ്ഡലത്തിൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമ പരാതി ഉൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ BJPക്കെതിരെ നിൽക്കുന്നത് BJPക്ക് വലിയ തരത്തിലുള്ള ആശങ്കയും തിരിച്ചടിയാകും എന്ന കരുതലൊക്കെ തന്നെയുമുണ്ട്. മഹാരാഷ്ട്രയിൽ 11 മണ്ഡലങ്ങൾ, ഉത്തർപ്രദേശിൽ 10, മധ്യപ്രദേശിൽ 9, അസമിൽ 4, ബീഹാറിൽ 5, ഛത്തീസ്ഗഡിൽ 7, ഗോവയിൽ 2, പശ്ചിമ ബംഗാളിൽ 4. ഇങ്ങനെയാണ് ഇത്രയും മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് ഘട്ട പോളിംഗിലും പോളിംഗ് ശതമാനത്തിൽ വലിയ തരത്തിലുള്ള കുറവുണ്ടായിരുന്നു. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും 66% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഈ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് BJPക്ക് തിരിച്ചടിയാകും എന്ന വലിയൊരു ആശങ്ക കൂടി BJP ക്യാമ്പുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രചരണങ്ങളിലൊക്കെ തന്നെയും BJP നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വലിയ തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെയൊക്കെ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചിലപ്പോൾ BJPക്ക് തിരിച്ചടിയാകാം എന്ന ആശങ്കയും ഒക്കെ തന്നെ BJP ക്യാമ്പുകളിൽ നിന്ന് പ്രകടമാകുന്നുണ്ട്. എന്തായാലും വലിയ സജ്ജീകരണങ്ങളോടെ പോളിംഗ് പുരോഗമിക്കുകയാണ്. പോളിംഗ് ശതമാനവുമായൊക്കെ ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ പോളിംഗ് ശതമാനം സംബന്ധിച്ച കണക്കുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. ആതിര, സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് കാലയളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പിന് മുൻപും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോദി അടക്കം വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ BJPക്ക് തിരിച്ചടിയാകുന്ന നിരവധി ഘട്ടങ്ങൾ, നിരവധി വിധികളൊക്കെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. ഇലക്ട്രൽ ബോണ്ട് അടക്കം നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്തിലടക്കം വലിയ ആത്മവിശ്വാസം BJPക്ക് ഉണ്ടെന്ന് തന്നെയാണോ ഉറപ്പിക്കേണ്ടത്? BJP കേന്ദ്രങ്ങളിൽ നിന്നും അത്തരത്തിലൊക്കെ വലിയ പ്രതീക്ഷയൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം BJP ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലയളവിൽ, പ്രചാരണ കാലയളവിൽ നടത്തിയിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ അടക്കം നടത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതീക്ഷയൊന്നും BJPക്ക് വെക്കാൻ കഴിയില്ല എന്ന് തന്നെ വേണം നമ്മൾക്ക് കരുതാൻ. കാരണം വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന ഭയത്താലാണല്ലോ ഇപ്പോൾ ഗാന്ധിനഗറിലടക്കം കോൺഗ്രസ്
കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോട് പത്രിക പിൻവലിക്കാനടക്കം അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സംഘം ഇടപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഗുജറാത്തിലടക്കം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് അല്ലെങ്കിൽ പോളിംഗിലേക്ക് ജനങ്ങൾ പോകുന്നത്. എന്തായാലും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടാകുമെന്ന് ഒരു വശം പറയുമ്പോഴും BJP വലിയ പ്രതീക്ഷകളൊക്കെ തന്നെയും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യ സഖ്യത്തിന് വലിയൊരു തിരിച്ചടി BJPക്ക് നൽകാൻ കഴിയും എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യവും മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷകൾ. ആര്യ. സ്വാതി, അതോടൊപ്പം നോക്കേണ്ട കാര്യം കഴിഞ്ഞ ഒരു 3 തവണയുള്ള തെരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഒരു 94 മണ്ഡലങ്ങളിൽ 43 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ വിജയിക്കുന്നത് BJP ആണ്. ഇതിൽ 7 മണ്ഡലങ്ങളിൽ BJP വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിജയം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്നൊരു കാര്യം കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. പല വിഷയങ്ങളടക്കം ചർച്ചയിൽ വന്നൊരു ഈ ഘട്ടത്തിൽ ആതിര, കഴിഞ്ഞ ഈ പ്രചരണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ദേശീയ നേതാക്കളടക്കം തന്നെ വലിയ തരത്തിൽ പ്രചാരണത്തിലൊക്കെ പങ്കാളിയായിട്ടുണ്ട്. നമുക്കറിയാം പശ്ചിമ ബംഗാളിലും വിവിധ സംസ്ഥാനങ്ങളിൽ മോദി നിരന്തരമായ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ദേശീയ നേതാക്കളടക്കം ആ പ്രചരണ റാലിയിൽ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രചാരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. എങ്കിലും ആ പ്രചാരണങ്ങളിലൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഏറ്റവും ഗുരുതര പ്രശ്നമായി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ആ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ തന്നെ, അതായത് മോദി നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശം അടക്കമുള്ള വിഷയങ്ങളെ വലിയ പ്രചരണ ആയുധമായി തന്നെയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം അടക്കമുള്ള മുന്നണി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള തിരിച്ചടികൾ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്. അതേസമയം BJP വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിലും അത് എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ആതിര.